പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായി കാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്ന നല്ല തമ്പുരാൻ്റെ ഒപ്പമായിരിക്കുമ്പോൾ സങ്കീർത്തകനോട് ചേർന്ന് കർത്താവിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. 13-ാം സങ്കീർത്തനം 15-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തകനോട് ചേർന്ന് ഈ മണിക്കൂറിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. മനുഷ്യവംശത്തിൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ ആ വലിയ കരുണയെ ധ്യാനിച്ചുകൊണ്ട്, ആ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ആ ഒരു വലിയ കാരുണ്യം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന ഈ സമയം പ്രത്യേകമായിട്ട് ഈശോയുടെ ആ ഒരു വലിയ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഈശോ പറയുന്ന ആ ഒരു വലിയ നയപ്രഖ്യാപനമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ഈശോ സിനഗോഗിൽ ചെന്നിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം എടുത്ത് വായിക്കുകയാണ്. ഈശോയുടെ ആ ഒരു വായിക്കുന്ന സമയത്ത് എല്ലാവരും ഈശോയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ വായിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയുടെ ആ ഒരു വലിയ ദൗത്യം എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്. ഈശോ പറയാണ്, നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനം പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനം പൂർത്തിയായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈശോടെ വായിച്ചത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ഒരു വലിയ പ്രവചനം യെശയ്യാ പ്രവാചകനിലൂടെ ദൈവജനത്തിന് ലഭിച്ച വലിയ പ്രവചനമാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം. അവൻ എപ്രകാരമുള്ളവനായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ടും യെശയ്യാ പ്രവാചകൻ പറയുകയാണ്. അതായത് ക്രിസ്തു വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം അവിടെ പറയുന്നത്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. അതായത് ഒരു വലിയ സുവിശേഷം പീഡിതരായിട്ടുള്ള, അതായത് ഒത്തിരിയേറെ സങ്കടത്തിൽ, വേദനയിൽ, നൊമ്പരത്തിൽ കഴിയുന്നവർക്ക് ഒരു വലിയ സുവിശേഷം. അതായത് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി, എല്ലാം തകർന്നടിഞ്ഞു പോയി, ജീവിതത്തിൽ ഇനി എങ്ങനെ മുൻപോട്ട് പോകും എന്ന് ആകുലപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, നിരാശയുടെ പടുകുഴിയിലേക്കൊക്കെ വീണുപോയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ഒരു സുവിശേഷമാണ്. അപ്രകാരം അവരുടെ ജീവിതങ്ങളെ ക്രിസ്തു പുനരുദ്ധരിക്കുമെന്നുള്ളത് പ്രവാചകൻ പറയുകയാണ്. വീണ്ടും പ്രവാചകൻ പറയുന്ന കാര്യം ഇതാണ്: ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, പലപ്പോഴും ദൈവത്തിൻ്റെ വചനം എപ്പോഴും ഒരു വലിയ ആശ്വാസമായിട്ട് കടന്നു വരാറുണ്ട്. നമ്മൾ ഹൃദയം തകർന്ന് ഒരു വലിയ സങ്കടത്തിലോ വേദനയിലോ അല്ലെങ്കിൽ ഭാരപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുവാനായി ദൈവത്തിൻ്റെ വചനമുണ്ട്. പ്രകാരം ഈ ഒരു വലിയ കർത്താവിൻ്റെ ആ ഒരു വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. അത്
നമുക്ക് അനുഭവേദ്യമാക്കുവാനായിട്ടാണ് ക്രിസ്തു കടന്നു വരുന്നത്. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും, അതായത് ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ എല്ലാം മോചിപ്പിക്കുന്നതല്ല, മറിച്ച് പല രീതിയിൽ തടവറയിലായിരിക്കുന്ന ആളുകളുണ്ട്. പലവിധ പാപത്തിൻ്റെ അടിമത്തം, ബന്ധനങ്ങൾ, അതിലൊക്കെ ആയിരിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അവരുടെ തന്നെ കുറ്റം കൊണ്ടായിരിക്കത്തില്ല, ചിലപ്പോൾ മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടോ പൂർവികരുടെ പാപങ്ങൾ കൊണ്ടൊക്കെ ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ മക്കൾ. ഈ ഒരു തടവറയിൽ നിന്ന് അവർക്ക് ഒരു വലിയ മോചനം നൽകാനായിട്ടാണ് ക്രിസ്തു കടന്നു വരിക. ഒത്തിരിയേറെ ആളുകളുടെ ഒരു പ്രശ്നം, അവർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. അവർ ആയിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവരായിരിക്കുന്ന ആ അവസ്ഥ പലപ്പോഴും അവരെ വലിയ മരണത്തിലേക്ക് പോലും നയിക്കും എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒരു വലിയ ഒരു തടവറയുടെ അനുഭവത്തെ കഴിയുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയ സ്വാതന്ത്ര്യമായിട്ടാണ് ക്രിസ്തു കടന്നു വരിക. വീണ്ടും പറയുന്നത് ബന്ധിതർക്ക് മോചനം, അവർക്കൊരു ബന്ധിതർക്ക് സ്വാതന്ത്ര്യം, ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ നയിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളിലും പറഞ്ഞതിന് ശേഷം അവിടെ വീണ്ടും പറയുകയാണ്, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എന്തുമാത്രം തകർന്ന ജീവിതമാണോ അതിനെയൊക്കെ പുനരുദ്ധരിക്കുവാനായിട്ട് ക്രിസ്തു കടന്നു വരും. അവിടെ വീണ്ടും പറയുന്ന കാര്യം ഇതാണെന്ന മൂന്നാമത്തെ തിരുവചനം പറയുന്നു, അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി നൽകാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു ദൗത്യത്തെ എടുത്തു കാണിക്കുന്ന ഒരു വചനഭാഗമാണ്. അതായത് ഈ ഒരു കാര്യം ക്രിസ്തു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ച സമയത്ത് അവിടെ സംഭവിച്ച കാര്യം, ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവരും ക്രിസ്തുവിനെ അനുഭവിച്ചവർക്കും ക്രിസ്തുവിൻ്റെ കൂടെ ആയിരുന്നവർക്കൊക്കെ ഒരുപോലെ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ ജീവിതങ്ങൾ എന്തുമാത്രം പരിതാപകരമായ അവസ്ഥയാണോ അതിനെയൊക്കെ പുനരുദ്ധരിക്കുവാനായിട്ട് ക്രിസ്തു അവരെ സഹായിച്ചു. പാപിനിയായ സ്ത്രീയുടെ ജീവിതങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവളെല്ലാവരാലും വെറുക്കപ്പെട്ട, അവളെ പാപിനി എന്നുള്ള വലിയ മുദ്ര കുത്തി സമൂഹത്തിൽ എല്ലാവരാലും വെറുക്കപ്പെട്ടവളെ ക്രിസ്തുവിൻ്റെ ഒരു അരുമശിഷ്യയായിട്ട് മാറ്റിയെടുക്കുന്നത് കാണാൻ പറ്റും. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ചുങ്കക്കാരനായ സക്കേമൂസ്, അവൻ്റെ ജീവിതം മാറി മറിഞ്ഞു. ക്രിസ്തുവിനെ കണ്ട, ക്രിസ്തുവിനോട് ചേർന്നപ്പോൾ, ക്രിസ്തുവിൻ്റെ കാരുണ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ജീവിതം മാറി. അപ്പസ്തോലന്മാരുടെ ജീവിതം, എല്ലാവരുടെയും ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനായിട്ട് തീരുമാനമെടുത്തവരുടെയൊക്കെ ജീവിതങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്, കർത്താവിൻ്റെ ആ ഒരു വലിയ സ്നേഹവും കരുതലും ആശ്വാസവും ഒക്കെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കർത്താവിനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. കർത്താവിനെ ഒരിക്കലും പിരിഞ്ഞ് ഉള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ഉത്ഥാനത്തിന് ശേഷവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യന്മാരുടെ ജീവിതം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഒരു വലിയ ദൗത്യം, ക്രിസ്തുവിൻ്റെ ഈ ഒരു വലിയ സ്നേഹവും കരുണയും കരുതലും ഒക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം, ഈ ലോക ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. ഈ ലോകത്തിൽ എന്തുമാത്രം സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ തരാമെന്ന് പറഞ്ഞാലും അതിനേക്കാൾ ഉപരിയാണ് ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ വിശ്വാസം, ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഈ ഒരു രക്ഷ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ കരുണ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോകാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകും. ഓരോ പ്രാവശ്യവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോഴും അതുപോലെ തീക്ഷ്ണതയോടെ, സ്നേഹത്തോടെ, ഭക്തിയോടെ കർത്താവിൻ്റെ ഈ ഒരു വലിയ വിരുന്നിൽ പങ്കെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഏതെങ്കിലും രീതിയിൽ മാനുഷികമായി കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയിട്ടുണ്ടെങ്കിൽ കുമ്പസാരം എന്ന കുദാശയിലൂടെ വീണ്ടും കർത്താവിനോട് ഐക്യപ്പെടാനായിട്ടുള്ള ഒരു വലിയ പ്രേരണ നമുക്ക് ഉണ്ടാകും. അതിന് നമ്മളെ സഹായിക്കുന്നത് ക്രിസ്തുവിനെ അനുഭവിച്ച ഒരു വലിയ ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വളരും. പ്രിയപ്പെട്ടവരെ, ഇതുതന്നെയാണ് ഓരോ കരുണയുടെ ശുശ്രൂഷയിലും കർത്താവ് നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ തിരിച്ചറിയുക, ഞാൻ നല്ലവനാണ്, ഞാൻ നിന്നോട് കരുണ കാണിക്കുന്നവനാണ്, ഞാൻ നിന്നോട് സ്നേഹമുള്ളവനാണ്. ഈ ഒരു വലിയ കാര്യം നീ തിരിച്ചറിഞ്ഞ് വേണം നീ എൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു വലിയ കാര്യം തിരിച്ചറിഞ്ഞ സങ്കീർത്തകൻ്റെ ജീവിതത്തിൽ ഓരോ സങ്കീർത്തനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണ കൃത്യമായിട്ടും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് സങ്കീർത്തകൻ. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മുടെ ജീവിതങ്ങളും കർത്താവിൻ്റെ ഈ ഒരു കരുണയും സ്നേഹവും
ഒക്കെ മനസ്സിലാക്കി അതിൽ ശരണം വെക്കുന്നവരായിട്ട് മാറാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 13-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം തിരുവചനം, ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. പ്രിയപ്പെട്ടവർ, ഈ ഒരു വലിയ ചിന്തയോടുകൂടെ നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈ അൾത്താരയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. നിരവധി ആളുകൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുണ്ട്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ, അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കരുണയാൽ അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ മക്കൾ സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഒരു യഥാർത്ഥ മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിച്ച് എത്രമാത്രം പരിശ്രമിച്ചിട്ടും അവർക്കതിൽ നിന്ന് ഒരു മോചനം, പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നൊക്കെ മോചനം ലഭിക്കാതെ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട്. നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോയ ഒത്തിരിയേറെ മക്കളുണ്ട്. ഈശോ എല്ലാവരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിടുന്നവർ, വിവാഹ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളുണ്ട്. അവരെല്ലാം പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോ എല്ലാറ്റിനും ഉപരിയായി നിന്റെ സ്നേഹത്തിൽ, നിന്റെ കരുണയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറുവാൻ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നവരായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒത്തിരിയേറെ മക്കൾ നിന്റെ സ്നേഹം തിരിച്ചറിയാതെ, നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം തിരിച്ചറിയാതെ ജീവിക്കുന്നവരുണ്ട്. ലോകത്തിൻ്റെ മോഹങ്ങൾ വീണുപോയവരുണ്ട്. എല്ലാവരെയും കർത്താവെ ഈ നിമിഷം സമർപ്പിക്കുന്നു. ലോകം മുഴുവനും നിന്റെ സ്നേഹവും കരുണയും തിരിച്ചറിഞ്ഞ് നീ നല്ലവനാണെന്ന് തിരിച്ച് നിന്നിലേക്ക് ആകർഷിക്കപ്പെടണം. ഈശോയെ, അതിനുവേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ സങ്കീർത്തകനോട് ചേർന്ന് നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. കർത്താവ്, നിൻ്റെ ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവെ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,